വെൽക്കം ടു ആക്സണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മുടെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 13 ചോദ്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, 13 വരെ. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് 14th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 14th ക്വസ്റ്റ്യൻ? ഇഫ് എ ഷെയർ ഓഫ് ₹10 ഈച്ച് ഓൺ വിച്ച് ₹9 called up, including premium of ₹2 and ₹7 paid up, including premium of ₹1, is forfeited, securities premium reserve account will be debited by option A 2, B 1, C 0 and D 3. എന്താണ് നമ്മുടെ ചോദ്യം? ഫോർഫീച്ചർ ഓഫ് ഷെയർസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫോർഫീറ്റിംഗ് ആണ്. ഫോർഫീച്ചർ നമ്മുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ₹10 ആണ്. അതിലെന്താണ്? 9 കോൾഡ് അപ്പ്, 9 രൂപ കോൾഡ് അപ്പാണ്. ആ 9 എന്തുണ്ട്? ₹2 പ്രീമിയമാണ്, ഇൻക്ലൂഡിങ് ₹2 എന്താണ്? പ്രീമിയമാണ്. ദെൻ അതുപോലെ 7 പെയ്ഡപ്പാണ്. അതിലെന്താണ്? ₹1 പ്രീമിയമാണ്. Then which is forfeited securities premium reserve account will be debited by. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ എമൗണ്ട് എത്രയായിരിക്കും? അതാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. 2 ആണോ, 1 ആണോ, അതോ 0 ആണോ, അതോ 3 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എപ്പോഴും ഡെബിറ്റ് ചെയ്യുക എന്തായിരിക്കും? നമ്മുടെ കോൾഡ് അപ്പ് വാല്യൂ ആയിരിക്കും ഡെബിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അതല്ല, സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുള്ളത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് ബൈ. സോ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നുണ്ട്. സോ ആ അക്കൗണ്ടിൽ നമ്മൾ എത്രയാണ് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു 10 ആണ്, ₹10 ആണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അതിൽ തന്നെ കോൾഡ് അപ്പ് എന്ന് പറയുന്നത് 9 ആണ്, 9 കോൾഡ് അപ്പ്. അപ്പോൾ പ്രീമിയം കോൾഡ് അപ്പ് പ്രീമിയം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. കോൾഡ് അപ്പ് ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 9ഉം കോൾഡ് അപ്പ് പ്രീമിയം എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഷെയറിൻ്റെ 7 ആണ്. എന്നാൽ പെയ്ഡ് അപ്പ് പ്രീമിയം എത്രയാണ്? ₹1 ആണ്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക സിമ്പിളായിട്ട്, നമുക്ക് ഇവിടെ അൺപെയ്ഡ് പ്രീമിയം വാല്യൂ നോക്കാം. ഈ അൺപെയ്ഡ് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടാത്തതാണ്. ഓക്കെ, അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കിട്ടാത്തതാണ്. സോ ഈ അൺപെയ്ഡ് പ്രീമിയം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അങ്ങനെ നോക്കണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. സോ ഇവിടെ നോക്കൂ, പ്രീമിയത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മളിത് ജേർണൽ എൻട്രി കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, കുറേ പറഞ്ഞിട്ട് കോംപ്ലക്സ് ആക്കുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് പറയാൻ നോക്കാം. സോ നോക്കൂ, ഒന്നാമത്തെ കാര്യം കോൾഡ് അപ്പ് പ്രീമിയം ഇൻക്ലൂഡിങ് എത്രയാണ്? ₹2. നമ്മുടെ പെയ്ഡപ്പിൻ്റെ പ്രീമിയം എത്രയാണ്? ₹1 ആണ്. ഓക്കെ, ₹2ഉം ₹1 ആണ് നമ്മുടെ പ്രീമിയംസ് വരുന്നത്. സോ നമ്മുടെ ഈ കോൾഡ് അപ്പ് പ്രീമിയത്തിൽ നിന്ന് പെയ്ഡ് അപ്പ് പ്രീമിയം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ അൺപെയ്ഡ് പ്രീമിയം വാല്യൂ. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടുമല്ലോ. 2 മൈനസ് എത്രയായിരുന്നു? കോൾഡ് അപ്പ് പ്രീമിയം ₹2 ആൻഡ് പെയ്ഡ് അപ്പ് പ്രീമിയം ₹1. സോ ഈ ₹2 മൈനസ് ₹1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? ഇറ്റ് ഈസ് ഓൾസോ ₹1. ഓക്കെ, അപ്പോൾ 2ൽ നിന്ന് ₹1 കുറച്ച് എത്രയാണ്? ₹1 കിട്ടുന്നത്. ഈ ₹1 എന്ത്? നമ്മുടെ അൺപെയ്ഡ് പ്രീമിയം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അൺപെയ്ഡ് പ്രീമിയം വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. എന്തുകൊണ്ട്? വിച്ച് ഇസ് അൺപെയ്ഡ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക? അക്കൗണ്ടിൽ എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത്. അൺപെയ്ഡ് കിട്ടിയിട്ടില്ല നമുക്കത്. ഓക്കെ, സോ കോൾഡ് അപ്പിൽ നിന്ന് പെയ്ഡ് അപ്പ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് അൺകോൾഡ്. മനസ്സിലായല്ലോ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺകോൾഡ് പോർഷൻ എന്ന്. അതും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. കോൾഡ് അപ്പ് എന്ന് പെയ്ഡ് അപ്പ് കുറച്ചു. ആ ഷെയർ വാല്യൂ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ഷെയർ പ്രൈസ് ആയിരുന്നു. ഇവിടെ നമുക്ക് നോക്കാനുള്ള പ്രീമിയത്തിൻ്റെ കേസാണ്. സോ എന്താണ് അവിടെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഷെയർ പ്രീമിയത്തിൽ തന്നെ എന്താണ്? കോൾഡ് അപ്പ് പ്രീമിയം മൈനസ് നമ്മുടെ പെയ്ഡ് അപ്പ് പ്രീമിയം ചെയ്തു. അതായത് ₹2 മൈനസ് ₹1 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ₹1 എന്ന് കിട്ടി. സോ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ₹1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ₹1. ഓക്കെ, 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? കോൾഡ് അപ്പിൽ നിന്ന് പെയ്ഡ് അപ്പ് കുറച്ചാൽ അൺപെയ്ഡ് കിട്ടും. ആ അൺപെയ്ഡ് ആണ് നമ്മൾ മിക്കവാറും
മിക്ക ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മിക്ക കേസസിലും ഇപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നത്, ഷെയർ ക്യാപിറ്റലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ അല്ല, നമ്മുടെ കോൾസ് ഇൻ അരിയേഴ്സ് ആ വാല്യൂ ഞാൻ പറഞ്ഞേട്ടോ. ഓക്കെ, ഡെബിറ്റ് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇവിടെ ഡെബിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കേസ് ഞാൻ പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ക്വസ്റ്റ്യൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്ഷൻ എയിൽ നമ്മൾ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് തുടങ്ങുന്നത്. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി 2 മാർക്കിലോട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഈ 14th ക്വസ്റ്റ്യൻ വരെയാണ് എന്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് തോന്നുന്നു. ഓൺലി 1 ആൻസർ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എഴുതാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 × 2, അതായത് 2 ആൻസേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പറയുന്ന പോലെ തന്നെ 1 × 2 എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ആൻസേഴ്സ് വരണം. സോ ആ 2 ആൻസേഴ്സിനും എന്താണ് 1 മാർക്ക് ഈച്ച് എന്നുള്ള ലെവലിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ചോദിക്കുമ്പോൾ 1 മാർക്കാണോ, ആണ്. എന്നാൽ 2 മാർക്കാണോ, അതുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി 15 മുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ്റെ മാർക്കിങ് മാറുമ്പോൾ ഞാൻ പിന്നെ ഇതുപോലെ തന്നെ പറയാം. സോ 14th വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അത് ഓക്കെ ആയി. ഇനി നമുക്ക് 15th തൊട്ട് വരുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 × 2 അങ്ങനെയാണ് വരിക. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 സബ്സെക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ 2 ആൻസേഴ്സ് വരും. അതിന് ഓരോ ആൻസറിന് 1 വീതം, അങ്ങനെ 2 മാർക്ക് ടോട്ടലി. അങ്ങനെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്. മനസ്സിലായല്ലോ? നമുക്ക് 15th ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡാഷ് ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ഡാഷ്. ഇത് നമ്മുടെ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയും. അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റൂൾ എന്ന് പറയുന്നത് നമുക്ക് ജേർണൽ എൻട്രി എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ റൂൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്താണ്? ആസ് പെർ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, ഇൻക്രീസ് ഇൻ അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് എന്ന് പറയുമ്പോൾ അവിടെ വരേണ്ട എന്താണ്, നമ്മൾ ജേർണൽ എൻട്രിയിൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ആ ഗോൾഡൻ റൂൾസ് എന്താണ്, അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ്, അസറ്റ് കുറയുമ്പോൾ എന്താണ്, അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സെയിം ഇൻ കേസ് ഓഫ് എക്സ്പെൻസ്, അസറ്റും എക്സ്പെൻസും നമ്മൾ ഒരുപോലെ അല്ലേ പറയാറ്. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇൻകം, ലയബിലിറ്റിയും ക്യാപിറ്റലൊക്കെ നേരെ ഓപ്പോസിറ്റ്. ലൈക്ക് ഇൻകം കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ഇൻകം കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അങ്ങനെയാണ് ബാക്കിയുള്ളത് വരുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റും എക്സ്പെൻസും ഏതെങ്കിലും ഒരേ ഇതിൽ വരുന്ന അസറ്റിനെയും എക്സ്പെൻസിനെയും പഠിച്ചു വെക്കുക, എന്നിട്ട് മറ്റത് നേരെ ഓപ്പോസിറ്റ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അസറ്റും എക്സ്പെൻസും ആണ്. ഇവിടെ നമ്മളുടെ അസറ്റിൻ്റെ കാര്യം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡാഷ്. എന്താണ് അവിടെ? ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് കാണുന്നുണ്ടല്ലോ, ഇൻക്രീസ് ഇൻ അസറ്റ് ഈസ് ഡെബിറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്കിങ്ങനെ അസറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വന്നേ. ഇനി മേ ബി എക്സ്പെൻസ് ചോദിക്കാം. എക്സ്പെൻസ് ആണെങ്കിലും സെയിം തന്നെയാണ്, ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ഡെബിറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ക്രെഡിറ്റ്. ഇനി ലയബിലിറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻക്രീസ് ഇൻ, അവിടെ ലയബിലിറ്റി ആണെന്ന് വിചാരിച്ചോ, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഈസ് ക്രെഡിറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഈസ് ഡെബിറ്റ്. ഓക്കെ, നമ്മളോട് ഇപ്പോൾ അസറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്, അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ചും കൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, അസറ്റിൻ്റെ കാര്യം പഠിക്കുമ്പോൾ തന്നെ ഇനി അഥവാ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇത് ബേസിക്കായിട്ട് ഇത് പഠിക്കാതെ പോകരുത്, ഇത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ. സോ എന്താണ്, അസറ്റിൻ്റെ നമ്മൾ കാര്യം നോക്കുമ്പോൾ അതുപോലെ തന്നെ എക്സ്പെൻസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം കാര്യങ്ങളും കൂടെ നോക്കി വെക്കാം. മേ ബി ഇനി അസറ്റിന് നേരെ മാറ്റിയിട്ട് ലയബിലിറ്റിയോ ഇൻകോ ഒക്കെ ചോദിക്കുകയാണെങ്കിലോ നമുക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് അറിയാമെന്ന് വിചാരിച്ച് നിൽക്കരുത്, ഇടയ്ക്കിടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ മൊത്തത്തിൽ തെറ്റിപ്പോവും. ഓക്കെ, അതാണ് നമ്മുടെ 15th ക്വസ്റ്റ്യൻ. നേരിട്ടുള്ളൊരു ചോദ്യമാണ്. അറിയുന്നവർക്ക് എന്താണ്, ക്വസ്റ്റ്യൻ വായിച്ചാൽ അപ്പം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യൻ. ഗിവ് 1 വേർഡ് ആൻസർ ഫോർ ദ ഫോളോയിങ്.
താഴെ പറയുന്നതിന് എന്താണ് വൺ വേർഡ് ആൻസർ ആണ് നമ്മളെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് ഡാഷ്. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ മലയാളത്തിൽ തേയ്മാനം എന്ന് നമ്മൾ പറയും. ഡിപ്രീസിയേഷൻ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുകയാണ്, വാല്യൂ മൂല്യം. അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ എന്തിൻ്റെയോ, അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് വൺ വേർഡിൽ. ഡിപ്രീസിയേഷൻ എന്തോ ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ കുറയ്ക്കുന്നു. എന്താണ് എന്തിൻ്റെ വാല്യൂ ആണ് കുറയ്ക്കുന്നത്? എന്താണ് ആ ഐറ്റം? നമുക്കറിയാം ഡിപ്രീസിയേഷൻ നമ്മൾ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ട്രേഡിംഗ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഡിപ്രീസിയേഷൻ അറ്റ് 6%, 10%, 20%, 15% അങ്ങനെയൊക്കെ കൊടുക്കും. ഈ ഡിപ്രീസിയേഷനൊക്കെ എന്തിൻ്റെ മുകളിലാണ് നമ്മൾ കാണാറ്? ബേസിക്കലി നമ്മൾ എന്താ ചെയ്യാറ്? അസറ്റ്സിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ മോർ സ്പെസിഫിക്കലി എന്താണ് ഫിക്സഡ് അസറ്റ്സിൻ്റെ മുകളിലാണ് നമ്മൾ കൂടുതലായിട്ടും ഡിപ്രീസിയേഷൻ കാണാറുള്ളത്. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ടിയർ ആണ്. വിയർ ആൻഡ് ടിയർ ഓഫ് എന്താണ് അസറ്റ്സ് ഡ്യൂ ടു എന്താണ് പാസേജ് ഓഫ് ടൈം. വിയർ ആൻഡ് ടിയർ പാസേജ് ഓഫ് ടൈം, റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് അസറ്റ്സ്. അങ്ങനെയാണ്. എന്താണ് നമ്മൾ എന്താണ് പറയാറ്? സാധാരണ തേയ്മാനം എന്ന് ചോദിച്ചാൽ തേയ്മാനം ഡിപ്രീസിയേഷൻ എന്താണ്? ഡിക്രീസിങ് ഓർ റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, നമ്മളെ യൂസേജ്. ദെൻ പാസേജ് ഓഫ് ടൈം, കാലങ്ങൾ കഴിയും തോറും. ഓക്കെ, പാസേജ് ഓഫ് ടൈം, അതുപോലെ യൂസേജ്, അത് നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറയും. അതാണ് എന്ത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഡിപ്രീസിയേഷൻ റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് എന്താണ്? സിംപ്ലി നമുക്ക് അസറ്റ് എന്ന് എഴുതാം. ഓക്കെ, ജനറൽ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? അസറ്റ് എന്ന് എഴുതാം. മോർ സ്പെസിഫിക്കലി എന്താണ് ഫിക്സഡ് അസറ്റ്സിനെയാണ് നമ്മൾ സാധാരണ നമ്മുടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറുള്ളത്. സോ ബേസിക്കലി അല്ലെങ്കിൽ ജനറലി ഡിപ്രീസിയേഷൻ റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആണ്. ഓക്കെ, അസറ്റിൻ്റെ വാല്യൂ ആണ് എന്താ ചെയ്യാറ്? നമ്മുടെ ഡിപ്രീസിയേഷനിലൂടെ കുറയാറുള്ളത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ട്രാൻസാക്ഷൻസ് വെൻ റെക്കോർഡഡ് ഇൻ ജേർണൽ ആർ നോൺ ആസ്. സിമ്പിളാണല്ലോ. അടുത്തൊരു സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലസ്റ്റ് എന്ന് തന്നെ പറയാം. ട്രാൻസാക്ഷൻസ് നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് എന്ത് പേരാ പറയുക? ഓക്കെ, നമുക്കൊരു ജേർണലുണ്ട്. ഈ ജേർണലിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, നിങ്ങൾ വലിയ വലിയ ട്രാൻസാക്ഷൻസ് അല്ല. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓർ ബോട്ട് കാർ ഓൺ ക്രെഡിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ സംഭവങ്ങൾ എന്താണ്, ഓരോ ആക്ടിവിറ്റീസ്, അതിനെ നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയും അക്കൗണ്ടൻസിയിൽ. സോ നമ്മൾ ഓരോരോ ട്രാൻസാക്ഷൻസും ജേർണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ എഴുതുക ജേർണലിലാണ്. സോ ജേർണലിൽ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? ജേർണലിൽ നമ്മൾ എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുക? വെറുതെ ഇങ്ങനെ ബോട്ട് ഓൺ ക്രെഡിറ്റ് എന്നാണോ? നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവണം അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് എഴുതുന്നത്? അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് വെൻ റെക്കോർഡഡ് ഇൻ ജേർണൽ ആർ നോൺ ആസ്. നമ്മൾ എങ്ങനെയാണ് ജേർണലിൽ ഈ ട്രാൻസാക്ഷൻസ് എഴുതുക? അതിനൊരു പേര് പറയും. ബേസിക് ആയിട്ടുള്ളതാണ്. നമ്മളെങ്ങനെ ജേർണലിൽ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ എഴുതുക? ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, സെയിൽസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് അതിൻ്റെ എമൗണ്ട്, റെസ്പെക്റ്റീവ് എമൗണ്ട്സും ഇങ്ങനെ 1 by 1 ആയിട്ട് താഴോട്ട് തന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ എങ്ങനെയാണത് ജേർണലിൽ എഴുതുക? എങ്ങനെയാണ്? ജേർണൽ എൻട്രീസ് ആയിട്ടാണ് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒറിജിനൽ എൻട്രീസ് എന്ന് പറയാം. ഓക്കെ, ജേർണൽ എൻട്രീസ് എന്നാണ് പറയാം. ഒന്നുമില്ല, ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേര്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് ജേർണൽ എൻട്രീസ് എന്നാണ്. മനസ്സിലായല്ലോ? ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻസ് വെൻ റെക്കോർഡഡ് ഇൻ ജേർണൽ, അതെന്താ? ട്രാൻസാക്ഷൻസും ജേർണലും ഒക്കെ എന്താണെന്നൊന്നും വിചാരിക്കാതെ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസറിലോട്ട് എത്താം. ഓക്കെ, എന്താണ്? ട്രാൻസാക്ഷൻസ് വെൻ റെക്കോർഡഡ് ഇൻ ജേർണൽ ആർ നോൺ ആസ് ജേർണൽ എൻട്രീസ്, അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രീസ് എന്നും പറയും. ഓക്കെ, ജേർണൽ എൻട്രി എന്നായിരിക്കും കുറച്ചും കൂടെ കോമൺ ആയിട്ടുണ്ടാവുക, നിങ്ങൾക്ക് കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ജേർണൽ എൻട്രീസ് എന്ന് കൊടുത്തത്. ഓക്കെ ആണല്ലോ? ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ടല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 17th ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. 17th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ്.
ദ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ് ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ് പറയുന്നത്? നമ്മൾ കൂടുതലായിട്ടും മോസ്റ്റ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ് 3 എണ്ണം ഉണ്ട്. അതിൽ ഒന്ന് കീബോർഡാണ്, പിന്നെ വരുന്ന 2 എണ്ണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻപുട്ട് ഡിവൈസസ് ഒന്ന് കീബോർഡ് ആകുമ്പോൾ 2 എന്തായിരിക്കും? മൗസ്. അത് നമുക്കറിയാലോ അല്ലേ, 2 മൗസ് ആയിരിക്കും. ദെൻ തേർഡ് വൺ എന്താണ്? ഇത് സ്കാനർ. ഓക്കെ, കീബോർഡ്, മൗസ് ആൻഡ് സ്കാനർ. ഓക്കെ, ഇത് 3ആണ് മെയിനായിട്ട് നമ്മൾ എന്ത് പറയാറ്, നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ്. നമ്മൾ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കീബോർഡ്, മൗസ് ആൻഡ് സ്കാനർ. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മൾ മെയിനായിട്ട് പറയാറുള്ളത്. ഇത് നമുക്ക് അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 18th ക്വസ്റ്റ്യൻ, ഗിവ് 1 വേർഡ് ആൻസർ ടു ദ ഫോളോയിങ്. താഴെ പറയുന്നതിന് 1 വേർഡിൽ ആൻസർ തരാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് ഓൺ മണി വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്? അതറിയാലോ അല്ലേ? ഈ പേഴ്സണൽ യൂസും വിഡ്രോണും ഓർത്ത് വയ്ക്കുക. നമ്മൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അത് ഈവൻ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നോ ഒക്കെ എന്താണ് മണി വിഡ്രോ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണൽ യൂസ്. ആ ടേം വേണം. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ മണി വിഡ്രോ ചെയ്താൽ അതിനെ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യാന്നാണ്. അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്ന പേരും എന്താണ്? ഡ്രോയിങ്സ് എന്ന് നമ്മൾ പറയും. ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് നമ്മളത് ഡെബിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് നമ്മളത് ഡെബിറ്റ് ചെയ്യുക. എന്തായിരുന്നു? ദ എമൗണ്ട് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടി ബാങ്കിൽ നിന്ന് മണി വിഡ്രോ ചെയ്താൽ അതിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ ഡ്രോയിങ്സ് എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് ഡ്രോയിങ്സ് എന്ന് പറയും. ദെൻ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക? ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക. പേഴ്സണൽ യൂസിനാണെങ്കിൽ മാത്രം, ആ ഓഫീസ് യൂസിനാണെങ്കിൽ ഡ്രോയിങ്സ് അല്ല. നമ്മൾ ആലോചിക്കണം പേഴ്സണൽ യൂസ് എന്നുള്ള ടേം ഉണ്ടോ നോക്കണം. വിച്ച് ഇസ് എന്താണ്? ഡ്രോയിങ്സ് ആണ്. ഓക്കെ, 18th തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഫെസിലിറ്റി ഈസ് ഓഫേർഡ് ടു സ്റ്റോർ ആൻഡ് പ്രോസസ് ട്രാൻസാക്ഷൻ ഡാറ്റ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ടു റിട്രീവ് ഇൻഫർമേഷൻ ടു ജനറേറ്റ് ആൻഡ് വ്യൂ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഇത് നോക്കിയാൽ മതി. തുടക്കം തന്നെ സ്റ്റോർ ആൻഡ് പ്രോസസ് ഡാറ്റയാണ്. ഡാറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യുക, അതുപോലെ പ്രോസസ്സ് ചെയ്യാം. അത് ഏത് ഫെസിലിറ്റി എന്നാണ് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു ഏരിയയിൽ പഠിച്ചിട്ടുള്ളത് ആകെ ഒന്നേ ഉള്ളൂ. അത് ഡാറ്റാബേസ് ആണ്. ഓക്കെ, എന്താണ്? ഡാറ്റാബേസ് ആണ്. സോ ഡാറ്റാബേസ് ഈസ് ഓഫേർഡ് ടു സ്റ്റോർ ആൻഡ് പ്രോസസ് ട്രാൻസാക്ഷൻ ഡാറ്റ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ടു റിട്രീവ് ഇൻഫർമേഷൻ ടു ജനറേറ്റ് ആൻഡ് വ്യൂ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഓക്കെ, ഡാറ്റാബേസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ 18th ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റിൻ്റെ ആൻസർ ഡ്രോയിങ്സും രണ്ടാമത്തേൻ്റെ എന്തായിരുന്നു? ഡാറ്റാബേസും ആയിരുന്നു ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് 1 വേർഡ് ആൻസർ. ഇതും അങ്ങനെ തന്നെ 1 വേർഡ് ആൻസർ ആണ്. ഒന്നാമത്തെ എന്താണ്? അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ലോസ് ഓൺ റിവാല്യൂഷൻ വിൽ ബി ഡെബിറ്റഡ് ടു ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ വിച്ച് റേഷ്യോ? റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത്, ഒരു പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് റിവാല്യൂഷൻ ലോസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് റേഷ്യോയിലാണ്? ഇറ്റ് ഈസ് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഓക്കെ, അയാളുടെ റിട്ടയർമെൻ്റ് ആണ്. സോ നമ്മൾ പഴയ റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ലോസ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യാറ്? ഡെബിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്താണ്? ഓൾഡ് റേഷ്യോ. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 19th തന്നെ. ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് ഗെയിൻ ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന ഗെയിനോ അല്ലെങ്കിൽ ലോസോ, അത് രണ്ടും ആവാം. ചിലപ്പോൾ ഗെയിൻ ആവാം, ചിലപ്പോൾ ലോസ് ആവാം. ഇത് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇത് അബ്സല്യൂട്ട്ലി ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഇത്തരത്തിലുള്ള ഗെയിൻ ആയാലും ലോസ് ആയാലും നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഗെയിന് അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറ് എങ്ങോട്ടാണ്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്. ഓക്കെ ആണല്ലോ. ഇതാണ് 19th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾഡ് റേഷ്യോ ആയിരുന്നു. ദെൻ സെക്കൻഡിൻ്റെ ആൻസർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇതാണ് 19th ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈ ഒരു സ്ലൈഡിലെ തന്നെ 20th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
എന്താണ് 20th ക്വസ്റ്റ്യൻ? ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് നോക്കാം എന്താണ്. ഒന്നാമത്തെ എന്താണ്? അറ്റ് ദ ടൈം ഓഫ് എ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഹിസ് ഓർ ഹെർ എക്സിക്യൂട്ടർ ഈസ് എൻടൈറ്റിൽഡ് ടു ഓൾ ദി റൈറ്റ്സ് ഓഫ് എ ഡാഷ്. എന്താണ് പറയുന്നത്? ഒരു പാർട്ട്ണറിൻ്റെ ഡെത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മരിച്ചാൽ എന്താണ്? ഹിസ് ഓർ ഹെർ എക്സിക്യൂട്ടർ, അവരുടെ എക്സിക്യൂട്ടർക്ക് എന്ത് റൈറ്റ്സ് ആണ് കിട്ടുന്നത്? ആരുടെ റൈറ്റ്സ് ആണ് അയാൾക്ക് കിട്ടുന്നത്? അതായത് ഒരു ഫേമിലെ ഒരു പാർട്ട്ണർ മരിച്ചുപോയി, അയാളുടെ ഡെത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു എക്സിക്യൂട്ടർ ഉണ്ടായിരിക്കും. ആ എക്സിക്യൂട്ടർക്ക് ആരുടെ റൈറ്റ്സ് ആണ് പിന്നെ കിട്ടുക? ഈ മരിച്ച പാർട്ട്ണറിൻ്റെ എക്സിക്യൂട്ടർക്ക് ആരുടെ ആയിരിക്കും? യൂഷ്വലി എന്താണ്? ആ പാർട്ട്ണറുടെ റൈറ്റ്സ് കിട്ടും. ഓക്കെ, ബിക്കോസ് he was the executor of that person who is died. ഓക്കെ, സോ ആ മരിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ മരിച്ച പാർട്ട്ണറിൻ്റെ എന്താണ്? എക്സിക്യൂട്ടർക്കാണ് പിന്നീട് ഒരു പാർട്ട്ണറിൻ്റെ റൈറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ രണ്ടാമത്തത്, അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ബാലൻസ് ഓഫ് ജനറൽ റിസർവ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ്. ഇനി അടുത്തൊരു കേസ് എന്താണ്? നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അടച്ചു പൂട്ടുകയാണ് അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. സോ ഈ ഒരു നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ആ ഫേമിൽ ഉണ്ടാകുന്ന ജനറൽ റിസർവിൻ്റെ ബാലൻസ് നമ്മൾ എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാന്നാണ്. എന്താണ്? നമ്മൾ ആ ഫേം തന്നെ ഡിസൊല്യൂഷൻ ചെയ്യുകയാണ്, അതായത് അടച്ചു പൂട്ടുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ് ആ ഒരു ഫേം. സോ നമ്മൾ ജനറൽ റിസർവിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുക എങ്ങോട്ടാണ് ചെയ്യുക? പാർട്ട്നേഴ്സിൻ്റെ ആണ്. സോ എന്താണ്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് ജനറൽ റിസർവിൻ്റെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണല്ലോ. അപ്പോൾ എന്താണ്? ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എക്സിക്യൂട്ടർക്ക് അല്ലെങ്കിൽ പിന്നെ ആ മരിച്ച വ്യക്തിയുടെ മരിച്ച പാർട്ട്ണറിൻ്റെ എക്സിക്യൂട്ടർ ആയിരിക്കും പിന്നെ എന്ത്? ആ ഒരു ഫേമിലെ പാർട്ട്ണറുടെ റൈറ്റ്സ് എല്ലാം കിട്ടുന്ന ഒരു വ്യക്തി. ഓക്കെ, അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് അടച്ചു പൂട്ടുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ ജനറൽ റിസർവിൽ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ സെക്ഷൻ എയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഫസ്റ്റത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡിസ്കഷനൊക്കെ ഓക്കെയാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ ചെയ്യാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.